ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ലീഡ് വാർത്തകൾ എന്താണ് എന്നൊന്ന് പരിശോധിച്ചു വരാം. ബഡ്ജറ്റാനന്തരം ഇന്നലെ നമ്മൾ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് പരിശോധിച്ചു. അതിനുശേഷം CPI-CPM മന്ത്രിമാർ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയ ദിവസമാണ്. ഒപ്പം സർക്കാരുമായി ബന്ധപ്പെട്ടൊട്ടേറെ വാർത്തകൾ വന്ന ദിവസമാണ്. എങ്ങനെയാണ് പത്രങ്ങൾ ഇന്നത്തെ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മനോരമയിലേക്ക് പോകാം. മനോരമയുടെ ആദ്യ പേജിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്നുള്ളതാണ്. അത് മനോരമയുടെ എക്സ്ക്ലൂസീവായൊരു വാർത്തയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സർക്കാർ സംരക്ഷിക്കും, നഷ്ടത്തിലോടുന്ന ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പൂട്ടുവീണിരിക്കുന്നത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 1.25 ലക്ഷത്തോളം മനുഷ്യർ പണിയെടുക്കുന്ന മേഖലയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ടുവീഴാൻ പോകുന്നു. അത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യത്യാസമാണ് എന്നതാണ് പത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ലീഡ് ചെയ്യുന്നത് ലാവ്ലിൻ കേസ് 38ാം തവണയും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 1-ാം തീയതി അന്തിമവാദം കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. CBI വാദിക്കാൻ തയ്യാറാണ്, എപ്പോൾ വേണമെങ്കിലും വാദത്തിന് തയ്യാറാണ് എന്ന് CBI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും പത്രം പ്രധാനപ്പെട്ട വാർത്തയാക്കി വയ്ക്കുന്നു. മറ്റൊന്ന്, ജനഗണം ഗാസയിൽ ശാന്തിയില്ല എന്ന വാർത്തയുണ്ട്. പവാറിന് തിരിച്ചടി എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. അംഗീകാരം അജിത് വിഭാഗം NCPക്കാണ്. ക്ലോക്ക് അവരുടെ NCPയുടെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കുക അജിത് പവാറിനായിരിക്കും. ശരത് പവാറിന് തിരിച്ചടിയാണ്. 87-ൽ 57 അംഗങ്ങളും ഉള്ളത് അജിത് പവാറിനോടൊപ്പമാണ്. ചുരുക്കത്തിൽ ശരത് പവാറിന്റെ പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയിലുള്ള NCPക്ക് ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും പാർട്ടി പേരും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ പേരും പുതിയ ചിഹ്നവും NCPയുടെ ശരത് പവാർ പക്ഷം ഉടൻ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. മണ്ണെണ്ണ വില വീണ്ടും കുറച്ചു എന്ന വാർത്തയുണ്ട്. SNDP മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ 5 വിജിലൻസ് കേസുകളിലും വെള്ളാപ്പള്ളി നടേശനെ കുറ്റമുക്തനാക്കി എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. വിജിലൻസ് ആണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശനെതിരായി തെളിവുകളില്ല എന്നതാണ് ഈ വിജിലൻസ് ഇങ്ങനെയൊരു ക്ലീൻ ചിറ്റ് കോടതിയിൽ കൊടുക്കാനുള്ള കാരണം. അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് പരാതിക്കാരനായ VS അച്യുതാനന്ദന്റെ വീട്ടിൽ സെർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ലീഡ് ബജറ്റാനന്തരം ഊരാക്കുടുക്ക് എന്നതാണ്. അതിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം CPI-CPM മന്ത്രിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. CPI മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾക്ക് അനുവദിച്ചിരിക്കുന്ന സാമ്പത്തികത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായവും അതൃപ്തിയുമുണ്ട്. ആ അതൃപ്തി നമ്മൾ ഇന്നലെ കണ്ടു. ചിഞ്ചുറാണിയുടെ പൊട്ടിത്തെറി കണ്ടു. ഒപ്പം GR അനിലിൻ്റെയും ഒപ്പം കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിൻ്റെയും ഒക്കെ സംയമനത്തോടുകൂടിയുള്ളതാണെങ്കിലും ആ അതൃപ്തി പ്രകടിപ്പിക്കൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ലിവിംഗ് ടുഗദറുമായി ബന്ധപ്പെട്ട വാർത്തയുമുണ്ട്. ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ച ഉത്തരാഖണ്ഡ് നിയമസഭയിലെ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ ലീഡായി തന്നെ കൊടുത്തിരിക്കുന്നു. ലിവിംഗ് ടുഗദറിന് കുച്ചുവിലങ്ങ് എന്നാണ് ഈ വാർത്തയിലെ ലീഡായി പത്രം നമുക്ക് അവതരിപ്പിക്കുന്നത്. ശരത് പവാറിന് വൻ തിരിച്ചടി എന്ന വാർത്തയുണ്ട്. പാർട്ടിയും ചിഹ്നവും അജിത്തിന് എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ചൈനീസ് മാതൃക എന്ന ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞ വിവരം LDF അറിഞ്ഞിട്ടില്ല എന്ന വാർത്തയും പത്രം ആദ്യത്തെ പേജിൽ കൊടുക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ചൈനീസ് ഡെവലപ്മെന്റ് സോണുകൾ, ചൈനീസ് വികസന സോണുകൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഈ ബഡ്ജറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. സൺറൈസ് സെക്ടേഴ്സിലടക്കം സൂര്യോദയ മേഖലകളിലടക്കം ചൈനീസ് മാതൃകയിലുള്ള വികസന സോണുകൾ ഉണ്ടാവും. വിഴിഞ്ഞം ഹബ്ബ് ഒക്കെ പോലെ അവിടെ വലിയ രീതിയിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാവില്ല, ലൈസൻസ് രാജ് ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ നിക്ഷേപം നടത്തി അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രീതിയാണ് ചൈനീസ് മാതൃക. ഇത് LDFന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമായിരുന്നില്ല. മൂലധനത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രയോഗമാണ് ആ ചൈനീസ് മാതൃകയിൽ സൂചിപ്പിക്കുന്നത്. അത് LDF അറിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രം ആദ്യ പേജിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്ന ഈ സ്വകാര്യ സർവകലാശാലയെ സംബന്ധിച്ച വിവരം ഉന്നത വിദ്യാഭ്യാസ മേഖലയും അറിഞ്ഞിട്ടില്ല എന്ന വാർത്തയും ആദ്യ പേജിൽ തന്നെ ലീഡായി കൊടുക്കുന്നുണ്ട്. ലാവ്ലിൻ കേസ് അന്തിമവാദം കേൾക്കുന്നത് മെയ് 1-ാം തീയതിയാണെന്ന് അറിയുന്നു. കുടുംബ കോടതിയിലെ ഫീസ് വർധനവ് വനിതാദ്രോഹമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വനിതാ സംഘടനകളിൽ നിന്ന് വന്നിട്ടുണ്ട്. റോഡരികിൽ സ്ഥാപിച്ച കല്ലുകളെല്ലാം വിഗ്രഹങ്ങളാകില്ല എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിധി മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വീണ്ടും CBCI അധ്യക്ഷനായ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ ലീഡ് വാർത്തയായി കൊടുക്കുന്നു. ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് എത്തിയാൽ ദേശാഭിമാനി നാളെ പ്രധാനമായും ലീഡ് ചെയ്തിരിക്കുന്ന വാർത്ത ഡൽഹിയിൽ നാളെ കേരള സമരം എന്ന വാർത്തയാണ്. ഡൽഹി സമരത്തിൽ തമിഴ്നാടും പങ്കുചേരുന്നു. കർണാടകം ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധിക്കുമെന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. കോൺഗ്രസ് മന്ത്രിസഭ ഒന്നടങ്കമാണ് പ്രതിഷേധിക്കുന്നത്. ഇന്ന്
11 മണിക്ക് ജന്തർ മന്ദറിലുള്ള കർണാടക സർക്കാരിന്റെ പ്രതിഷേധത്തിൽ കടമെടുപ്പ് മറുപടി ഫയൽ ചെയ്യാതെ കേന്ദ്രം എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. 600 വർഷം പഴക്കമുള്ള UP-യിലെ ബദറുദ്ദീൻ അരക്കില്ലം എന്ന വാർത്തയും കൊടുക്കുന്നു. ഞാൻ വ്യാപിയിൽ കൂടുതൽ പരിശോധന നടക്കുന്നു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. സ്വകാര്യ സർവകലാശാലയിൽ സർക്കാർ നിയന്ത്രണത്തിൽ എന്നുള്ള ഒരു വാർത്ത ആർ ബിന്ദു കൊടുക്കുന്നു. ആർ ബിന്ദു ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബജറ്റിലെ പ്രഖ്യാപനം അറിഞ്ഞില്ല എന്ന് മാതൃഭൂമി കൊടുക്കുമ്പോൾ ഇന്നലെ നമ്മളടക്കമുള്ളവർക്ക് ആർ ബിന്ദു നൽകിയ പ്രധാനപ്പെട്ട പ്രതികരണം, സ്വകാര്യ സർവകലാശാല വന്നാലും അത് സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും, എതിർപ്പ് ആഗോളവൽക്കരണ നയങ്ങളോടാണ് എന്ന് MV ഗോവിന്ദൻ ഈ നയം മാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതികരിച്ചിട്ടുണ്ട്. അതൊരു തരത്തിലും സ്വകാര്യ മൂലധനത്തെ തങ്ങൾ എതിർക്കുന്നില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. ആഗോള നയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ മൂലധനത്തിന്റെ കടന്നുവരവിനെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് ബില്ലിലെ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ ദ ഹിന്ദുവിന്റെ ആദ്യ പേജിലെ പ്രധാനപ്പെട്ട ലീഡ് ഉത്തരാഖണ്ഡ് UCC ബിൽ അവതരിപ്പിച്ച വാർത്ത തന്നെയാണ് പ്രധാനമായും ലീഡാക്കിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് ടേബിൾസ് UCC ബിൽസ് ഇൻ അസംബ്ലി എന്നതാണ് പത്രം കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ഒപ്പം തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന്റെ കേന്ദ്രത്തിനെതിരെയുള്ള നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വാർത്തയും ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. തമിഴ്നാട് ബാക്സ് കേരള സ്യൂട്ട് ഇൻ സുപ്രീം കോർട്ട് അഗെയിൻസ്റ്റ് സെന്റേഴ്സ് മൂവ് ടു സ്റ്റിഫിൾ സ്റ്റേറ്റ്സ്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സുപ്രീം കോടതിയിലെ ഹർജിയിൽ തമിഴ്നാട് കൂടി കക്ഷി ചേരുകയാണ്. തമിഴ്നാട് അതിനെ പിന്തുണയ്ക്കുന്നു എന്ന വാർത്തയും ആദ്യ പേജിൽ ദ ഹിന്ദു കൊടുക്കുന്നു. ഒപ്പം ഇന്നലെ മധ്യപ്രദേശിലെ പടക്ക നിർമ്മാണശാലയിൽ ഹാർദ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്തയും ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ CM ലോഞ്ചസ് സൈബർ ഡിവിഷൻ എന്ന വാർത്ത കൊടുക്കുന്നു. SFI അഗെയിൻസ്റ്റ് ഗവൺമെന്റ് മൂവ് ഓൺ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റിന്റെ ഈ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ SFIയുടെ പ്രസ്താവനയും ഹിന്ദു പത്രം പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി തന്നെ ഇത് നൽകുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് എത്തിയാൽ ടൈംസ് ഓഫ് ഇന്ത്യയിലെ കവർ പേജ് അത് ജാക്കറ്റ് പരസ്യമാണ്. ആ ജാക്കറ്റ് പരസ്യം നൽകിയിരിക്കുന്നത് കർണാടക സർക്കാരാണ്. കർണാടക സർക്കാരിന്റെ ജാക്കറ്റ് പരസ്യത്തിൽ പറയുന്നത് മൈ ടാക്സ് മൈ റൈറ്റ് എന്ന തലക്കെട്ടിലാണ് ആ പരസ്യം നൽകിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കർണാടക സർക്കാർ കേന്ദ്രത്തിന്റെ ധനനയത്തിനെതിരെ നടത്തുന്ന സമരമാണ് പരസ്യമായി നൽകിയിരിക്കുന്നത്. ചലോ ദില്ലി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ കേരള സർക്കാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധികളായി പങ്കെടുക്കുന്നുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഗാന്ധിയുടെ നമ്മുടെ ഉപ്പു സത്യാഗ്രഹത്തിലെ ദണ്ഡി യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി പത്രം പരസ്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും ചിത്രത്തോടു കൂടിയാണ് മൈ ടാക്സ് മൈ റൈറ്റ് എന്ന പേരിലുള്ള പരസ്യം നൽകിയിരിക്കുന്നത്. 1,87,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകാനുള്ളത് എന്നാണ് പത്രം പരസ്യത്തിൽ പറയുന്നത്. പക്ഷേ ഏറെ കൗതുകകരമായ കാര്യം, ഇന്ന് ജന്തർ മന്ദിറിൽ കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ നാളെ കേരളം അവതരിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എത്തുന്നില്ല എന്ന ഒരു കൗതുകം കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക്